ഇന്ത്യയിൽ ബി.ജെ.പിയുടെ വളർച്ച പലർക്കും അസഹിഷ്ണുതയുണ്ടാക്കുന്നുണ്ട്. നരേന്ദ്രമോദി തന്നെ ഭരണത്തിൻ്റെ 25 വർഷങ്ങൾ അദ്ദേഹം ഭരണകർത്താവായിരുന്നിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നിട്ട് 10 വർഷം കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ നിൽക്കുന്ന അമിത്ഷായുടെയും യുഗം തന്നെയാണ്. ആ യുഗം അവസാനിക്കുന്നില്ല എന്നൊക്കെ ചിലർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതിൻ്റെതായ തരത്തിൽ അവിടെ നിന്ന് ചില ഒരു മുറുമുറുപ്പും അസഹിഷ്ണുതയും ഒക്കെ പ്രകടമാകാൻ തുടങ്ങി. അതില് ഒരാളുടെ പ്രകടനം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏറെക്കാലം ജയിലിൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി 75-ാം വയസ്സിൽ വിരമിക്കുമോ എന്നാണ് ചോദിച്ചത്. ഇതെന്തിനാ 75-ാം വയസ്സിൽ വിരമിക്കുമോ എന്ന് ആം ആദ്മിയുടെ നേതാവ് അറിയേണ്ട കാര്യമില്ലല്ലോ. അരവിന്ദ് കേജ്രിവാൾ അറിയേണ്ട കാര്യമില്ല. അത് ബി.ജെ.പിയുടെ അത് ആഭ്യന്തര കാര്യമാണ്. ഇവിടെ പിണറായി വിജയൻ ഇനി വിരമിക്കുമോ അതോ തുടരുമോ വീണ്ടും മത്സരിക്കുമോ എന്നുള്ളത് അത് CPM-ന്റെ ആഭ്യന്തര കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും, ഭരണത്തിൽ ചിലപ്പോൾ വന്നെന്നിരിക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതായത് അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി 75-ാമത്തെ വയസ്സിൽ വിരമിക്കുമോ എന്ന് അരവിന്ദ് കേജ്രിവാളിന്റെ ചോദ്യവും അസ്ഥാനത്താണ്. അതിന് അരവിന്ദ് കേജ്രിവാൾ എന്തിനു വേണ്ടിയാണ് ഇത്ര ഹാലിളകുന്നത്? ആ ചോദ്യങ്ങളെല്ലാം അപ്രസക്തമായി പോയി. RSS മേധാവിക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും 75 പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആ ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ബംഗാളിൽ നിന്നൊരു സ്വരം ഉയരുന്നുണ്ട്. ബംഗാൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ മമതാ ബാനർജിയുടെ കൈവശമാണ്. തൊട്ടു പിന്നാലെ ഉണ്ട് BJP. ഇപ്പൊ അവിടെ മുഖാമുഖം ഏറ്റുമുട്ടുന്നത് മമതയും BJP-യും കൂടെ. CPM ഇല്ല. CPM-ന്റെ പാർട്ടി ഓഫീസ് പോലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കും ഒക്കെ ആയിട്ട് അവര് വിൽക്കുകയോ പാട്ടത്തിന് കൊടുത്തിരിക്കുകയോ ചെയ്തിരിക്കുകയാണ്. MA ബേബി ആ വഴിയൊന്നും പോകാറില്ല. പോയാലത് ആരാണെന്ന് ചോദിക്കും. അങ്ങനത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ മമതാ ബാനർജി ഇനിയിപ്പോൾ 2026 അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആസാം, പശ്ചിമ ബംഗാൾ എന്നീ ഇടങ്ങളിലായിരിക്കും ബീഹാറിന് ശേഷം കാണാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം BJP ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പൊ ബീഹാറിൽ അവിടെ BJP-യുടെ ഒരു മുന്നേറ്റം ഉണ്ടാകാം. പക്ഷേ തമിഴ്നാടും കേരളവും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറില്ല. ഭാവിയിൽ ഉണ്ടാകും, ഇപ്പോഴില്ല. കേരളത്തിൽ സീറ്റ് പിടിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കും. ബംഗാളിലായിരിക്കും. ബംഗാളിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് മമതയോടെ തന്നെയാണ്. മമതയ്ക്ക് ഭയമുണ്ട് 2026 കാലിടറും എന്നുള്ള കാര്യത്തില്. കാരണം ബീഹാറിലെ പോലെ സമഗ്ര വോട്ടർ പട്ടിക വന്നു കഴിയുമ്പോൾ ബംഗാളിലും വരും. വന്നു കഴിയുമ്പോൾ അവിടെ എത്രയോ ലക്ഷം പുറത്തേക്ക് പോകും. ഏറ്റവും കൂടുതൽ പേർ കുടിയേറിയിരിക്കുന്നതൊക്കെ അവിടെയാണ്. ഇതിപ്പോ പറയാൻ കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയാണ് ഇപ്പോൾ മമതാ ബാനർജി തിരിഞ്ഞിരിക്കുന്നത്. മമത പറയുന്നത് ആക്ടിംഗ് പ്രധാനമന്ത്രിയെ പോലെയാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രവർത്തികളെന്ന്. അതുകൊണ്ട് മമതാ ബാനർജി ഷായിൽ അമിതമായ വിശ്വാസം അർപ്പിക്കരുതെന്ന് പ്രധാനമന്ത്രി മോദിയോട് പറയുന്നു. നരേന്ദ്രമോദിയോടുള്ള എത്ര ബഹുമാനവും ഭയവും ഭക്തിയും ആദരവും ഒക്കെ നോക്കണേ, വലിയ വിശ്വാസം അർപ്പിക്കരുത് എന്ന്. എത്രയോ നാളായിട്ട്, 1/4 നൂറ്റാണ്ടായിട്ട് അവർ ഒന്നിച്ചുള്ള യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ രാജ്യത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായിട്ടാണ്. അവരോടാണ് പറയുന്നത്, അമിത്ഷായെ വിശ്വസിക്കരുത്,
എന്ന്. എന്തിനു വേണ്ടി? മമത ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇത്തരത്തില്, കാരണം അമിത്ഷാ ചാണക്യ തന്ത്രജ്ഞനാണ്. അതുകൊണ്ട് മമതയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അമിത്ഷാ ഏതെങ്കിലും തരത്തിൽ ചാണക്യതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മോദി അട്ടിമറിക്കും എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ വ്യാഖ്യാനിക്കും എന്നാണ് മമത വിചാരിക്കുന്നത്. അതൊക്കെ വെറും അസ്ഥാനത്താണ് മമത. കാരണം ജനങ്ങൾക്കറിയാം നരേന്ദ്രമോദിയെ, അമിത്ഷായെ. കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് അമിത്ഷാ പോകുന്നു. അമിത്ഷായുടെ ഓരോ നീക്കവും വളരെ ചടുലമായിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള അമിത്ഷായോടാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേക വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP ഉന്നത നേതൃത്വം സ്വാധീനിക്കുകയാണെന്നാണ് മമത ആരോപിക്കുന്നത്. അവരുടെ നേതാവ് ഇവിടെ വന്ന് ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരുകൾ നീക്കം ചെയ്യുമെന്ന് പറയുന്നു. നോക്കെ, അവരുടെ മമതയ്ക്ക് പേടിയുണ്ട്. അനധികൃതമായിട്ടുള്ള പേരുകൾ, അതായത് അവരുടെ വോട്ടർ പട്ടികയിലുള്ള ആ പേരുകൾ നീക്കം ചെയ്യും. അവിടെ ഉള്ളു ഏറ്റവും കൂടുതൽ അനധികൃതമായിട്ടുള്ളത്. കാരണം ബംഗാളിന്റെ 4 വഴികളിലൂടെയും അനധികൃതമായി കയറാൻ പറ്റും. അവർക്കെല്ലാം തന്നെ വേണ്ട തരത്തില് കയറി വരുമ്പോൾ ആധാർ കാർഡും റേഷൻ കാർഡും പിന്നെ സൗജന്യ പെരുവഴിയും കൊടുത്ത് മമത പാട്ടിലാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ആ പാട്ടിലാക്കിയവരെല്ലാം തന്നെ ഇനിയിപ്പോൾ പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകുമ്പോൾ അക്കൂട്ടത്തിൽ മമതയും പോകും. BJPയുടെ കൈകളിലേക്ക് പശ്ചിമ ബംഗാൾ മാറും. ത്രിപുര ബാലികേറാമലയാണ് ആയിരുന്നു എന്ന് പലരും പറഞ്ഞു. ആ ത്രിപുരയിൽ ഇപ്പോൾ ആരാണ് ഭരണം നടത്തുന്നത്? അതുപോലെ തന്നെ ബംഗാൾ ഒരിക്കലും BJPക്ക് ബാലികേറാമലയൊന്നും അല്ല. അത് പ്രാപ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് നേടാൻ പോവുകയാണ്. ആ നേടാൻ പോകുന്ന ആ സാഹചര്യത്തിലാണ് മമതാ ബാനർജി ഇങ്ങനെ പറയുന്നത്. മമതാ ബാനർജിക്ക് മനസ്സിലായി, ആ അപകടം മനസ്സിലായി. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇത് പുതുക്കും എന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണോ അതോ ജനങ്ങളുടെ ജനാധിപത്യ പൗരാവകാശങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണോ പ്രവർത്തിക്കേണ്ടത്? ഇതെല്ലാം അമിത്ഷായുടെ കളിയാണ് എന്നാണ് മമത പറയുന്നത്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രിയെ പോലെയാണ് പെരുമാറുന്നത് എന്ന്. പ്രധാനമന്ത്രിയോടൊപ്പം ഒരു നിഴൽ പോലെ തന്നെയുണ്ട്. ഈ രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതില് മമതയ്ക്ക് ഇക്കാര്യത്തിൽ അസഹിഷ്ണുതയുടെ ആവശ്യമില്ല, അസൂയയുടെ ആവശ്യമില്ല. രാജ്യം ഇപ്പോൾ ഒറ്റക്കെട്ടായി പോകുന്നു. രാജ്യത്തെ ഭീകരാക്രമണം തടയുന്നതിൽ ഇവർ ഒന്നിച്ചു നിൽക്കുന്നു. വളരെ കൂട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ അമിത്ഷായുടെ ഒരു ചാണക്യ തന്ത്രം വളരെ രാജ്യം മുഴുവൻ അത് കാണുന്നതാണ്. നരേന്ദ്രമോദിയുടെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത, ഇത് രണ്ടും കൂടി ഒത്തുചേരുമ്പോൾ രാജ്യം വളരെ ഭംഗിയായിട്ട് സുഗമമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളൊന്നും ഇനി നടക്കത്തില്ല. ഇനി ബംഗാളിലേക്കായിരിക്കും കടന്നു വരാൻ പോകുന്നത് എന്ന് മമത മനസ്സിലായി. മമതയ്ക്ക് പൂട്ടു വീഴാൻ പോവുകയാണ് എന്നും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്രകാരം ഹാലിളകുന്നത് മമതാ ബാനർജി.